ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മൊബൈൽ ഫോണിലെടുത്ത ഫോട്ടോസ് അല്ലെങ്കിൽ മറ്റു ഇമേജസ് എല്ലാം ചില സമയങ്ങളിൽ നമുക്ക് റീസൈസ് ചെയ്യേണ്ടതായെല്ലാം വരാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈസിയായി ഇമേജസ് എല്ലാം റീസൈസ് ചെയ്യാൻ സാധിക്കുക? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് തന്നെ ഇത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. ഇതിനായി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ പോയതിനു ശേഷം ഇമേജ് റീസൈസർ എന്ന് സെർച്ച് ചെയ്യുക. ഇത്തരത്തിൽ ഇമേജ് റീസൈസർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇങ്ങനെ ഒരുപാട് സൈറ്റുകളെല്ലാം വന്നിട്ടുണ്ട്. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സൈറ്റാണ് ഇമേജ് റീസൈസർ എന്ന ഈ ഒരു സൈറ്റ്. ഇതിൽ നമുക്ക് ടാപ്പ് ചെയ്യാം. ഇത്തരത്തിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഇമേജ് ആണോ റീസൈസ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കും. ഇവിടെ ഈ സെലക്ട് ഇമേജ് എന്നതിൽ പോയതിന് ശേഷം നമ്മുടെ ഫോണിലെ ഫോട്ടോ ലൈബ്രറി ഓപ്പൺ ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് ഏതെല്ലാം ഫോട്ടോസ് ആണോ റീസൈസ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ ഉദാഹരണമായി 3 ഫോട്ടോസ് എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് ഫോട്ടോസ്, മൾട്ടിപ്പിൾ ഫോട്ടോസ് എല്ലാം സെലക്ട് ചെയ്യാം. ഇനി ഒന്ന് മാത്രമായി റീസൈസ് ചെയ്യണമെങ്കിൽ ഒരു ഫോട്ടോ മാത്രം സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ മൾട്ടിപ്പിൾ ഫോട്ടോസ് എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇപ്പോൾ അപ്ലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു ബൾക്ക് ഫോട്ടോസ് എല്ലാം ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ റീസൈസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ സൈഡിലായി വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ബൈ ഡയമെൻഷൻ അല്ലെങ്കിൽ പേഴ്സൻറ്റേജ്, ഇങ്ങനെ 2 ഓപ്ഷൻസ് എല്ലാം വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ ആസ് പേഴ്സൻറ്റേജ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ഇത് സൈസ് എല്ലാം കുറയ്ക്കണമെങ്കിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ എല്ലാം തന്നെ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ച് ഇതുപോലെ 154x86 പിക്സൽ, ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട പിക്സലിലേക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ഇപ്പോൾ ഡ്രാഗ് ചെയ്ത് ഇതുപോലെ വച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ റീസൈസ് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഈ ഒരു ഇമേജ് സൈസ് 1.16 MB എല്ലാം ഉണ്ടായിരുന്നത് ഇപ്പോൾ 50.99 KB മാറിയിട്ടുണ്ട്. അതുപോലെ ഇനി ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്നതിൽ ടാപ്പ് ചെയ്യാം. അതിനുശേഷം ഡൗൺലോഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഇമേജ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ സേവായി കിട്ടുന്നതാണ്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്